നമസ്കാരം. മലയാള ഭാഷാ പഠനം പൂർത്തിയാകണമെങ്കിൽ തെറ്റുകൂടാതെ എഴുതുവാനും വായിക്കുവാനും ഒരു വ്യക്തിക്ക് സാധിക്കണം. അത് സാധ്യമാകണമെങ്കിൽ അക്ഷരങ്ങളും ചിഹ്നങ്ങളും നന്നായി ഉറയ്ക്കുക തന്നെ വേണം. മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തന്നെ ഭാഷാ പഠനം പൂർത്തിയാക്കിയവരാണ്. എന്നാൽ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ വിദ്യാലയത്തിലേക്ക് ചുവടുവെക്കുന്ന കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കാതെ വരുമ്പോൾ എഴുത്തിലും വായനയിലും വളരെയധികം പ്രയാസങ്ങൾ അനുഭവപ്പെടും എന്നത് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു വീഡിയോ തയ്യാറാക്കുന്നത്. വിവിധ എപ്പിസോഡുകളായിട്ടാണ് വീഡിയോ തയ്യാറാക്കുക. കൃത്യമായി ഓരോ ഭാഗവും കണ്ടാൽ നിങ്ങളുടെ കുട്ടി തെറ്റില്ലാതെ എഴുത്തിലും വായനയിലും എത്തിച്ചേരുന്നതായിരിക്കും. ആവശ്യമുള്ളവർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഏവർക്കും രഞ്ജൂസ് മീഡിയ ടെക്കിൻ്റെ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്നത് ചിഹ്ന പ്രശ്നങ്ങളാണ്. ഈ ചിഹ്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. അതുകൊണ്ട് വീഡിയോ ആദ്യം മുതൽ നന്നായി കാണുക. സ്വരാക്ഷരങ്ങൾക്കൊക്കെ ഓരോ ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പിച്ചെങ്കിലേ പഠനം വളരെ എളുപ്പമാവുകയുള്ളൂ. സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത് ആദ്യത്തെ സ്വരാക്ഷരമാണ്. ഏതാണ് ആദ്യത്തെ സ്വരാക്ഷരം? ആ. ആ എന്ന സ്വരാക്ഷരം. ഈ ആ എന്ന സ്വരാക്ഷരത്തിന് പ്രത്യേക ചിഹ്നങ്ങളൊന്നുമില്ല. നമുക്ക് 2-3 വാക്കുകളൊക്കെ പരിചയപ്പെടാം. അന്നേരം നമുക്ക് അത് കറക്റ്റ് എന്താണെന്ന് മനസ്സിലാവും. ഞാനിവിടെ ഒരു വാക്ക് എഴുതാൻ പോവുകയാണ്. എല്ലാവരും അത് ശ്രദ്ധിക്കുക. പറവ. എന്താ വായിക്കുന്നത്? പറവ. പ എന്ന് പറയുന്ന അക്ഷരം പറയുമ്പോൾ അതിന്റെ അവസാനം വരുന്ന സൗണ്ട് എന്താണ്? പ. പ. ആ എന്ന സൗണ്ട് അല്ലേ? പ. റാ പറയുമ്പോഴോ റാ. വാ പറയുമ്പോഴോ വാ. അതായത് ഈ ഓരോ അക്ഷരവും പറഞ്ഞ് അവസാനിക്കുമ്പോൾ ആ എന്ന സൗണ്ടാണ് വരുന്നത്. ആ എന്ന സൗണ്ടിന് പ്രത്യേക ചിഹ്നങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ വാക്കിന്റെ ഇടയ്ക്ക് വേറെ ചിഹ്നങ്ങളൊന്നും ചേർക്കേണ്ടതില്ല. പറവ. പ റ വ. പറവ. എല്ലാ വാക്കുകളുടെ ഇടയ്ക്കും ആ ആ ആ എന്നാണ് സൗണ്ട് വരുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേ. പ. പ എന്ന് പറയുമ്പം അതിന്റെ അവസാനത്തെ സൗണ്ട് എന്താ? പ ആ എന്ന് വരുന്നില്ലേ? റ റ ആ വ ആ വ ആ. പറവ. പ റ വ. ശ്രദ്ധിച്ചേ. പ റ വ. എല്ലാം അവസാനിക്കുന്നത് ആ ആ ആ എന്ന സൗണ്ടിലാണ്. ആയ്ക്ക് ചിഹ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ വാക്കുകളുടെ ഇടയ്ക്ക് നമുക്ക് ചിഹ്നങ്ങളൊന്നും ചേർക്കേണ്ടതില്ല. നമുക്കിനി വേറെ ഒരു വാക്ക് എഴുതി നോക്കാം. ചവണ. ച വ ന. ഇതും അതുപോലെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ച വ ന. എല്ലാത്തിന്റെയും അവസാന സൗണ്ട് എന്താണ്? അ ആ ആ എന്നാണ്. മറ്റൊരു വാക്ക് നോക്കാം. ചക്ക. ചക്ക. ച ക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവസാനത്തെ സൗണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഓരോ വാക്കുകളും എഴുതാൻ. അന്നേരം നമ്മുടെ അക്ഷരത്തെറ്റുകളൊക്കെ മാറി വരും. ചക്ക. ച ക. അ ആ. മറ്റൊരു വാക്ക് വല. വ ല. വല. വ ല. വല. മറ്റൊന്ന് ചന്ത. ച ന്ത. ചന്ത.
ച ഡ ചന്ത. അതിന്റെ അവസാനത്തെ സൗണ്ട് എന്താണ്? അ ആ എന്ന് തന്നെയാണ് വരുന്നത്. മറ്റൊന്ന് കപ്പ, ക പ, ക പ, കപ്പ. മറ്റൊരു വാക്ക് വട, വ ഡ. മറ്റൊരു വാക്ക് വട, വ ഡ, വട. മറ്റൊന്ന് മല, മ ല, മല, മ ല, മല, മ ല, മല. അപ്പോൾ ആ എന്ന് പറയുന്ന സ്വരാക്ഷരത്തിന് ചിഹ്നങ്ങളൊന്നുമില്ല എന്ന കാര്യം എല്ലാവരും നന്നായി മനസ്സിലാക്കി വെക്കണം. ഈ ഓരോ അക്ഷരങ്ങളുടെയും ഇടയില് നമ്മൾ ഒരു ചിഹ്നം പോലും ചേർക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ ഓരോ അക്ഷരങ്ങളും അവസാനിക്കുന്നത് അ എന്ന സൗണ്ടിലാണ്. അതുകൊണ്ട് അ എന്ന സ്വരാക്ഷരത്തിന് ചിഹ്നങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മള് ഇതിന്റെ ഇടയില് വേറെ ചിഹ്നങ്ങളൊന്നും ചേർക്കേണ്ടി വരുന്നില്ല. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് വായിക്കാം. പറവ, ചവണ, ചക്ക, വല, ചന്ത, കപ്പ, വട, മല. എല്ലാം ആ യിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ ചിഹ്നങ്ങളൊന്നും ചേർക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള വാക്കുകൾ കണ്ടെത്തി എഴുതി പഠിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ഈ തന്നിരിക്കുന്ന വാക്കുകളൊക്കെ ഒന്ന് എഴുതി പഠിച്ചാലോ? എങ്ങനെ എഴുതി പഠിക്കും? പ റ വ, പറവ. പ റ വ, പറവ. പ റ വ, പറവ. നമുക്ക് താഴേക്ക് എഴുതിക്കൊണ്ട് പോകാവുന്നതാണ്. അങ്ങനെ എഴുതി എഴുതി പഠിക്കുക. ഓരോന്നും എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. പ ആയിലാണ് അവസാനിക്കുന്നത്, റ ആയിലാണ് അവസാനിക്കുന്നത്, വ ആയിലാണ് അവസാനിക്കുന്നത്. അത് നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്ഷരത്തെറ്റുകളൊക്കെ നന്നായി മാറാൻ ഇടയാവും. അടുത്ത വാക്ക് നമുക്ക് എഴുതാം. ചവണ, ച വ ണ, ചവണ. ച വ ണ, ചവണ. ച വ ണ, ചവണ. ഇന്ന് കണ്ടെത്തിയ എല്ലാ വാക്കുകളും എഴുതി പഠിക്കാൻ വേണ്ടി എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക. ആ എന്ന സ്വരാക്ഷരം എല്ലാവർക്കും മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത സ്വരാക്ഷരം എഴുതാം. ഏതായിരിക്കും അടുത്ത സ്വരാക്ഷരം? ആ കഴിഞ്ഞാൽ ആ. എങ്ങനെ എഴുതുന്നതെന്ന് നോക്കിക്കേ. ആ. എല്ലാരും ഒന്ന് പറഞ്ഞേ. ആ. ആ എന്ന സ്വരാക്ഷരമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ആ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം. എല്ലാവർക്കും മനസ്സിലായോ? എന്നാൽ നമുക്ക് ഓരോ വാക്കൊന്ന് എഴുതി നോക്കാം. ഞാനൊരു വാക്ക് പറയാം. താമര. എല്ലാവർക്കും താമരയൊക്കെ ഇഷ്ടമല്ലേ? താമര നമ്മൾ എങ്ങനെ എഴുതുക? താമര. താ. നേരത്തെ നമ്മൾ അ ആ എന്നാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ എങ്ങനെയാ കേൾക്കുന്നേ? ആ, താ, ആ എന്ന് കേൾക്കുന്നുണ്ടല്ലോ. താ. മ. മായ്ക്ക് എങ്ങനെയാണ് അവസാനിക്കുന്നത്? മ. വെറും മ എങ്ങനെയാ അവസാനിക്കുന്നത്? മ. അ എന്നേ കേൾക്കുന്നുള്ളൂ. രായ്ക്കോ? ര അ എന്നേ കേൾക്കുന്നുള്ളൂ. താമര. താമര. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? താമര. ഇങ്ങനെ എഴുതിയപ്പോ എന്തായി? ത എന്നേ ഉള്ളൂ. ത അ എന്ന സൗണ്ടാണ് കേൾക്കുന്നത്. നമ്മൾ അ എന്ന സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ചിഹ്നം വേണോ? വേണ്ട. ഇവിടെ എങ്ങനെയാ പറഞ്ഞേക്കുന്നേ? താമര. താമര. താ ആ എന്ന് വരുന്നുണ്ട് അല്ലേ? അപ്പം ആ എന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
ഈ ചിഹ്നം നമ്മൾ ചേർക്കണം. അപ്പൊ നമുക്കൊന്ന് ചേർത്ത് നോക്കാം. താ. ഇപ്പൊ താ എന്നായി. താ മ വെറും മ, ര വെറും ര, താമര. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് ആ എന്ന് പറയുന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മളോടൊരു വാക്ക് എഴുതാൻ തന്നു. താമര എന്ന് എഴുതാൻ പറഞ്ഞു. താമര എന്ന് നമ്മളൊന്ന് പറഞ്ഞു നോക്കിയേ. താ മ ര, താ മ ര. ആദ്യത്തെ അക്ഷരത്തിന് ഒരു ദീർഘം പോലെ വരുന്നുണ്ട് അല്ലെ. താ ആ എന്ന സൗണ്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളവിടെ ആ എന്നുള്ള ചിഹ്നം ചേർത്തത്. അടുത്തതോ മ, വെറും മ എന്നേ വരുന്നുള്ളൂ. അതുകൊണ്ട് ആയാണ്. ആയിക്ക് ചിഹ്നമില്ലാത്തത് കൊണ്ട് നമ്മളവിടെ ചിഹ്നം ചേർക്കണ്ട. ര അ എന്ന സൗണ്ടാണ്. അവിടെ നമ്മൾ ചിഹ്നം ചേർക്കേണ്ടതില്ല. താമര. എല്ലാവർക്കും മനസ്സിലായല്ലോ? നമുക്ക് വേറൊരു വാക്ക് എഴുതി നോക്കാം. താരാട്ട് എന്ന് പറഞ്ഞു നോക്കിയ ആദ്യം. താരാട്ട്. താ രാ ട്ട്, താ രാ ട്ട്. ഒന്ന് എഴുതി നോക്കാം. താ ആന്ന് വരുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചിഹ്നം ചേർക്കണം. നമുക്കൊന്ന് എഴുതി നോക്കാലോ. താ രാ ട്ട്. ഇവിടെ നമ്മൾ വേറെ ഒന്നുകൂടി പരിചയപ്പെടുന്നുണ്ട്. ട് എന്ന സൗണ്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ചന്ദ്രക്കല ഇടണം. എന്ന സൗണ്ട് വന്നാൽ ചന്ദ്രക്കല ഇടണം. താ രാ ട്ട്. കണ്ടോ? താ എന്ന് പറയുമ്പോഴത്തേക്കും താ രാ. ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലേ? താ രാ ട്ട്, താരാട്ട്. നമുക്ക് വേറെ ഒരു വാക്ക് നോക്കിയാലോ. തറവാട്. തറവാട് ഒന്ന് പറഞ്ഞു നോക്കേ. ത റ വാ ഡ്, ത റ വാ ഡ്. എഴുതി നോക്കാം. താറവാടെന്നാണോ? അല്ല, തറവാടെന്നാണ്. താറവാടെന്നായിരുന്നെങ്കിൽ താ വരുമ്പോൾ നമ്മൾ ഈ ചിഹ്നം ഇടണം. വെറും ത എന്നേ പറയുന്നുള്ളൂ, ആ എന്നേ പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചിഹ്നം ചേർക്കേണ്ടതുണ്ടോ? ഇല്ല. ത റ വാ വാ ഡ് വരുന്നുണ്ട്, ചന്ദ്രക്കല. തറവാട്. പറഞ്ഞേ, തറവാട്. വേറൊരു വാക്ക് എഴുതി നോക്കിയാലോ. വാളയാർ. ഒന്ന് ശ്രദ്ധിച്ചേ. വാളയാർ. വാ ള യാർ. വാളയാർ. വളയാർ എന്നാണോ? വളയാർ എന്നാണ്, ചിഹ്നം വേണ്ട. വാളയാർ എന്ന് പറയുമ്പോ വാ ആ സൗണ്ട് വരുന്നുണ്ട്. അന്നേരം നമ്മള് ചിഹ്നം ചേർക്കണം. വാ ള ള യാ യാ എന്ന് പറയുന്ന ഒരു ചില്ലക്ഷരമാണ്. വാളയാർ. വാളയാർ. വേറൊരു വാക്ക് നോക്കാം. താറാവ്. താ കണ്ടോ? ആ എന്ന് വരുന്ന കണ്ടോ? താ റാ വ്, ചന്ദ്രക്കല. താറാവ്. താറാവ്. എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ആ എന്ന സൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ദീർഘ ചിഹ്നം വേണം ചേർക്കാൻ. നമ്മളിപ്പോൾ ഇവിടെ ഒരു 5 വാക്കുകൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിക്കേ. താമര, താരാട്ട്, തറവാട്, വാളയാർ, താറാവ്. ഇവിടെ നമ്മൾ ആ എന്ന് പറയുന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമാണ് പഠിച്ചത്. അതുപോലെ തന്നെ എന്ന് പറയുന്ന ചിഹ്നം വരുമ്പോൾ നമ്മൾ ചന്ദ്രക്കല ഇടണം എന്ന് മനസ്സിലാക്കണം. എന്ന് പറയുന്നത് ഒരു ചില്ലക്ഷരമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ എന്ന് പറയുന്ന സൗണ്ട് വരുമ്പോൾ ഇനി എല്ലാവരും ശ്രദ്ധിക്കൂലേ? വെറും ആ എന്ന് വന്നിട്ടുണ്ട്, ചിഹ്നം ചേർക്കണ്ട. ആ എന്ന് വന്നിട്ടുണ്ട്, ചിഹ്നം ചേർക്കണം. ഓരോന്നും ഇതുപോലെ എടുത്തു വെച്ച് നന്നായിട്ട് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് ഇത് നല്ല എളുപ്പത്തിൽ മനസ്സിലാവും.
നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം. താമര നോക്കി, താ ആ വരുന്ന കണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദീർഘചിഹ്നം ചേർക്കണം. താമര, മ ആന്നേ ഉള്ളൂ, ര ആന്നേ ഉള്ളൂ. തായ്ക്ക് മാത്രമാണ് ആ സൗണ്ട് വരുന്നത്. താമര. അടുത്ത് നോക്കിയേ, ട്ട് താ ആന്ന് വരുന്നു, രാ ആന്ന് വരുന്നു, ട് ചിഹ്നം വരുന്നുണ്ട്, അതുകൊണ്ട് ചന്ദ്രക്കല. അടുത്ത തറവാട്, ത ആന്നേ വരുന്നുള്ളൂ, റ ആന്നേ വരുന്നുള്ളൂ, വാ ആന്ന് വരുന്നു. അപ്പൊ നമ്മളവിടെ ചിഹ്നം ഇട്ടു, ഡ് ഡായിട്ട് ചന്ദ്രക്കല. ഡ് എന്ന് വന്നതിന് തൊട്ട് ചന്ദ്രക്കല ഇടണം എന്ന് ശ്രദ്ധിക്കുക. അടുത്തത് വാളയാർ, വാ ആദ്യം തന്നെ ആ എന്നാണ്, വാ ആ എന്ന് വരുമ്പോൾ നമ്മൾ ആയന്റെ ചിഹ്നം ഇടുക, വാ ള എന്നുള്ളൂ, യാ യാ ആ സൗണ്ട് ചേർക്കുന്നു, ഒരു ചില്ലക്ഷരമാണ്. താറാവ്, താറാവ്. അപ്പൊ എല്ലാവർക്കും ആ എന്ന് പറയുന്ന ദീർഘചിഹ്നം ചേർക്കാൻ വേണ്ടി പഠിച്ചില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള മറ്റു വാക്കുകളൊക്കെ കണ്ടെത്തി പഠിക്കണം. ഇതും നമ്മൾ നേരത്തെ എഴുതി പഠിച്ചതുപോലെ തന്നെ ഈ ഓരോ വാക്കുകളും നമുക്ക് എഴുതി പഠിക്കണം. നമുക്കൊന്ന് എഴുതി പഠിച്ചാലോ? താമര അല്ലേ? താമര, 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 താമര. ഇങ്ങനെ താഴെ താഴെ ഓരോന്നും എഴുതി പഠിക്കാൻ വേണ്ടി എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക. അടുത്ത സ്വരാക്ഷരവുമായി പാർട്ട് 2 കാണാം. താങ്ക് യു.